വീട്ടിലെ കാർന്നോർക്ക് അടുപ്പിലുമാകാം എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന പ്രവർത്തികളാണ് മുഖ്യനും കൂട്ടരും കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ നമ്മുടെ ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാർ ഇടഞ്ഞു നിന്നെങ്കിലും ശങ്കരൻ പിന്നെ തെങ്ങുമേൽ തന്നെ എന്ന് പറയും പോലെ ഗതാഗത മന്ത്രിയും ഇപ്പോൾ മുഖ്യന്റെ പാത തന്നെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കേരള കോൺഗ്രസ് ബി തെക്കൻ മേഖലാ റാലിയും സമ്മേളനവും കൊല്ലം പീരങ്കി മൈതാനിയിൽ ബാലകൃഷ്ണ പിള്ള നഗറിൽ നടക്കുകയാണ്. സമ്മേളനത്തിന് ഉദ്ഘാടനം നിർവഹിക്കുന്നതാകട്ടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവും. അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാറുമാണ്. ഗതാഗത നിയമങ്ങൾ പരിപാലിക്കേണ്ട, അവ ലംഘിക്കുന്നവർക്ക് തക്കതായ ശിക്ഷകൾ നൽകേണ്ട ഗതാഗത മന്ത്രി തന്നെ നിയമലംഘനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ സർവീസ് റദ്ദാക്കി സമ്മേളനത്തിന് പോകുന്നു. ഇതുവഴി സാധാരണക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആർക്കും യാതൊരു ചിന്തയുമില്ല. നിർബന്ധിച്ച് പ്രൈവറ്റ് ബസ്സുകൾ പിടിച്ചിട്ടിരിക്കുകയാണ്. റൂട്ട് പെർമിറ്റിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് ഭയമാണ്. മന്ത്രിയുടെ സമ്മേളനമല്ലേ, ചോദ്യം ചെയ്താൽ മന്ത്രി സാറിന് പിടിച്ചില്ലേ, പിന്നീട് ഉണ്ടാവാൻ പോകുന്ന പൊല്ലാപ്പുകൾ ഭയന്ന് അവർ മൗനം സ്വീകരിച്ചിരിക്കുകയാണ്. എല്ലാ ബസ്സുകളും രാവിലെ ആറ്റിങ്ങൽ മാമത്ത് എത്തിച്ചേർന്ന് രാവിലെ 9:30 കൊല്ലത്തേക്ക് പോകുന്നു. ഇതായിരുന്നു പ്ലാൻ. നിയമപരമായി പ്രത്യേക പെർമിറ്റ് എടുക്കാതെ റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകളാണ് ഇവയെന്ന് മനസ്സിലാക്കുന്നു. RC ഉടമകൾക്ക് പ്രത്യേക പെർമിറ്റ് നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് ഈ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. 28/1/2017 തൃശൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ അപ്രതീക്ഷിത പരിശോധനയിൽ സ്റ്റേജ് കാരേജിന്റെ RC ഉടമകൾക്ക് 2 ദിവസത്തേക്ക് പ്രത്യേക പെർമിറ്റ് നൽകിയതിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും കർശനമായ നിർദ്ദേശങ്ങൾ നൽകാൻ സർക്കാർ ഉത്തരവായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ്. 1. RC ഉടമകൾ സമർപ്പിച്ച എല്ലാ അപേക്ഷകളും ശരിയായി പൂരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. 2. പ്രത്യേക പെർമിറ്റുകൾ നൽകുമ്പോൾ അത് കൃത്യമായി പൂരിപ്പിക്കണം. പ്രത്യേകിച്ച് തീയതികൾ, ലക്ഷ്യസ്ഥാനം, ഇടത്തരം സ്ഥലങ്ങൾ, റൂട്ട് യാത്രയുടെ വിരാമം തുടങ്ങിയവ. 3. സൈറ്റ് ചെയ്ത സ്ഥലങ്ങൾ കവർ ചെയ്യുന്നതിന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന 2 ദിവസത്തെ പെർമിറ്റ് ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ ആപ്ലിക്കേഷനുകളുടെ സൂക്ഷ്മ പരിശോധന. 4. വിവാഹ ആവശ്യത്തിനാണ് പ്രത്യേക പെർമിറ്റ് ആവശ്യപ്പെടുന്നതെങ്കിൽ അപേക്ഷയോടൊപ്പം വിവാഹത്തിന്റെ ക്ഷണക്കാർഡ് അറ്റാച്ച് ചെയ്യണം. 5. മറ്റെല്ലാ സാഹചര്യങ്ങളിലും വാഹനം വാടകയ്ക്കെടുക്കുന്ന ടീമിന്റെ നേതാവിന്റെ സത്യവാങ്മൂലം യാത്രയുടെ റൂട്ട് സംബന്ധിച്ച അപേക്ഷാ ഫോമിനൊപ്പം ചേർക്കേണ്ടതാണ്. ഈ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് ഗതാഗത മന്ത്രിയുടെ സമ്മേളനത്തിന് പ്രൈവറ്റ് ബസ്സുകൾ സർവീസ് നടത്തുന്നത് എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. പെർമിറ്റ് റദ്ദാക്കേണ്ടവർ തന്നെ നിയമലംഘനത്തിന്റെ കാവൽക്കാരാകുന്നു. അതേസമയം ഇന്ന് വൈകിട്ട് 3-ന് നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പങ്കെടുക്കും. മന്ത്രിയും കേരള കോൺഗ്രസ് ബി ചെയർമാനുമായ ഗണേഷ് കുമാർ അധ്യക്ഷനാകുമെന്നാണ് സംഘാടക സമിതി ജനറൽ കൺവീനർ ഷാജുവും പാർട്ടി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പൂജപ്പുര രാധാകൃഷ്ണനും പത്രസമ്മേളനത്തിൽ അറിയിച്ചത്. വൈകിട്ട് 3 മണിക്ക് ആശ്രമം മൈതാനിയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനം നഗരം ചുറ്റി പീരങ്കി മൈതാനിയിലാണ് സമാപിക്കുക. പാർട്ടിയുടെ സംഘടനാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾ ഉൾപ്പെടുന്നതാണ് തെക്കൻ മേഖല.